ദളിത് ആദിവാസി പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടു. കാസർഗോഡ് നെട്ടണിക്കയിൽ 15 വയസ്സുള്ള ദളിത് പെൺകുട്ടിയെയാണ് പീഡിപ്പിച്ചത്. അതോടൊപ്പം ബളാലിൽ 8ാം ക്ലാസ്സുകാരിയായ ആദിവാസി പെൺകുട്ടിയും പീഡനത്തിനിരയായി. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ വിവരങ്ങൾ നൽകാനായി ധന്യാരാമൻ, പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന സാമൂഹിക പ്രവർത്തക കൂടിയായ ധന്യാരാമൻ നമ്മോടൊപ്പം ചേരുകയാണ്. ധന്യ, എന്തൊക്കെയാണ് ഈ രണ്ട് പീഡനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ? പെരുമ്പാവൂരിൽ ഞങ്ങളുടെ ഒരു കുട്ടിയെ റേപ്പ് ചെയ്ത് കൊന്നപ്പം ജീവോത്സവമായിട്ട് രണ്ടല്ല ഇനിയും ഉണ്ട് കേസ് രജിസ്റ്റർ ചെയ്യാൻ ഞാൻ പോവുകയാണ്. കാരണം പോലീസുകാർ എത്തിയാൽ അവിടെ കേസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റാത്തിടങ്ങളിലേക്ക് ഞാൻ നാളെയോ മറ്റന്നാളോ തിരിക്കും. അപ്പോൾ ഇതിന്റെ എണ്ണം വീണ്ടും കൂടും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ കാസർഗോഡ് നെട്ടണികയിൽ 15 വയസ്സുള്ള ദളിത് പെൺകുട്ടിയാണ് റേപ്പ് ചെയ്തത്. അതിന്റെ പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പം പോലീസ് വകുപ്പുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു. അപ്പൊ ഇളയ 2 കുട്ടികളും സുരക്ഷിതരല്ല. അപ്പൊ സുരക്ഷിതരല്ലാത്തതുകൊണ്ട് അവരെ ഉടനടി എങ്ങോട്ടേക്കെങ്കിലും മാറ്റേണ്ടിയിരിക്കുന്നു. കാരണം റേപ്പ് ചെയ്യപ്പെട്ട കുട്ടീനെ നിർഭയന്റെ ഏതെങ്കിലും ഒരു ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റും. ആ ഇളയ കുഞ്ഞുങ്ങളെ ആരും സ്വീകരിക്കൂല, അവർ മൈനർ ആണ് താനും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങൾ, അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടും കൂടി നമ്മൾ അനുഭവിക്കുന്നുണ്ട്. മാത്രമല്ല, ബളാലില് റേപ്പ് ചെയ്യപ്പെട്ടത് ഒരു ആദിവാസി പെൺകുട്ടിയാണ്. അവൾ 8ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അപ്പൊ അതിനകത്ത് 3 പേരാണ് പ്രതികളായിട്ടുള്ളത്. പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കേസ് രജിസ്റ്റർ ചെയ്യേണ്ടത് മലപ്പുറത്തെയാണ്. അപ്പൊ മലപ്പുറത്തെ ഇനി ഓൾറെഡി അവള് മൊഴി കൊടുത്തു കഴിഞ്ഞു. ഇനി പോലീസ് ഡിപ്പാർട്ട്മെന്റ് പോയിട്ട് FIR എടുത്താൽ മാത്രം മതി. അപ്പൊ എന്റെ സാന്നിധ്യത്തിൽ മാത്രമേ അവള് മൊഴി കൊടുക്കൂന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആ കുട്ടി വല്ലാണ്ട് പേടിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ കാസർഗോഡ് ഈ നെട്ടണിക്കല് 2 കുഞ്ഞുങ്ങൾ എവിടെയെങ്കിലും സേഫ് ആക്കിയതിനു ശേഷം മാത്രമേ എനിക്ക് മലപ്പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ. തീർച്ചയായും ധന്യ, നേരത്തെ പെരുമ്പാവൂരിൽ ഒരു ദളിത് കുട്ടിയെ ഇത്തരത്തിൽ ക്രൂരമായ ബലാത്സംഗത്തിന് ശേഷം ക്രൂരമായി കൊലപ്പെടുത്തിയ വിവരം പീപ്പിൾ TV പുറത്തുവിടുമ്പോൾ അത് #ക്യാമ്പയിനായി ഉൾപ്പെടുത്തുമ്പോൾ തന്നെ പ്രതികരണത്തിനായി ധന്യയെ വിളിച്ചപ്പോൾ അന്നേരം ധന്യ പറയുകയും ചെയ്തു. ആ സൂചനകളാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ശേഖരിക്കുന്നതും പുറം ലോകത്തെ എത്തിക്കുന്നതിനും പീപ്പിൾ TV തയ്യാറായതും. അങ്ങനെയാണെങ്കിൽ ആദ്യം കാസർഗോഡുള്ള പെൺകുട്ടിയെ സംബന്ധിച്ച് നമുക്ക് പോകാം. അതായത്, ഈ പെൺകുട്ടി ഒറ്റയ്ക്കാണോ താമസിക്കുന്നത്, അല്ലെങ്കിൽ ഈ പെൺകുട്ടി എങ്ങനെയാണ് പീഡിപ്പിക്കപ്പെട്ടത്? പ്രതികളെ സംബന്ധിച്ചുള്ള സൂചനകളുണ്ടോ? തീർച്ചയായിട്ടും ഇതിനകത്ത് പ്രതികള് ഉടനെ തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം കുട്ടി തന്നെ ആളുകളുടെ അതായത് കുട്ടികളെ എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും. കാരണം ഒന്നുകിൽ റേപ്പ് ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഒന്ന് അച്ഛനും അമ്മയും പണിക്ക് പോകുന്ന കുട്ടികൾ, അപ്പൊ വെക്കേഷൻ സമയത്തോ അല്ലെങ്കിൽ അല്ലാത്ത സമയത്തൊക്കെ വീട്ടിൽ ഒറ്റപ്പെട്ടു പോകുന്നവര്. രണ്ടാമത്തെ മാതാപിതാക്കൾ മരിച്ചുപോയ കുട്ടികള്. അപ്പോ പിന്നെ ഇത്തരം ഒരു ഒരു ബേസിക് നല്ല വീടോ ടോയ്ലറ്റോ ഒന്നും ഇല്ലാത്ത അങ്ങനത്തെ കുറെ കുട്ടികളെ കുറെ പേരെ ടാർഗറ്റ് ചെയ്യും. ഈ കാറ്റഗറിയിൽപ്പെട്ട കുട്ടികളാണ്. പിന്നെ ഡ്രോപ്പ് ഔട്ട്സ്. കഴിഞ്ഞ വർഷം വയനാട്ടിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട 17 കുട്ടികളുടെ റേപ്പ് കേസിലും പിന്നെ റേപ്പ് ചെയ്യപ്പെട്ടത് സ്കൂളിൽ പോകാത്ത കുഞ്ഞുങ്ങളാണ്. അപ്പൊ അവരാണ് അതിൽ 15 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ് കൂടുതലും. അതില് പിന്നെ 4 പേര് പ്രഗ്നന്റ് ആയിട്ടുള്ള അൺവെഡ് മദറായി 12-13 വയസ്സിൽ വയനാട് ജില്ലയിൽ മാത്രമാണ്. അപ്പൊ ഇവരിന്റെയൊക്കെ പ്രതികള് പോക്സോ പ്രകാരം അറസ്റ്റിലായിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ കുട്ടികളെ ടാർഗറ്റ് ചെയ്യുന്നത് എണ്ണം കൂടുകയാണ്. അപ്പൊ ഇവരെ കീഴ്പ്പെടുത്താനായിട്ട് എളുപ്പമാണ്. കാരണം ഏറ്റവും സുരക്ഷിതത്വം അല്ലാത്തൊരു സാഹചര്യത്തിലാണ് ഇന്നും ജീവിക്കുന്നത്. ഒരു സുരക്ഷിതത്വമുള്ള വീടോ അല്ലെങ്കിൽ അത്തരത്തില് അതിലേക്ക് തന്നെയാണ് പാർപ്പിട പ്രശ്നം, സാമൂഹികമായ സുരക്ഷിതത്വം ഒക്കെ ഇത്തരം പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗത്തിന് സാധ്യമാകുന്നില്ല എന്ന ഭരണകൂടത്തിന്റെ കുറ്റകൃത്യം തന്നെയാണ് ഇതുവഴി വിരൽ ചൂണ്ടേണ്ടത്. ഒരു പക്ഷേ പെരുമ്പാവൂരിലെ പെൺകുട്ടിയെ പോലെ അവർ ആകാത്തത് നമ്മുടെ ഭാഗ്യം, അല്ലെങ്കിൽ മരണപ്പെടാത്തത് നമ്മുടെ ഭാഗ്യം. പക്ഷേ അവരുടെ അവസ്ഥ ഇപ്പോൾ എന്ത് ധന്യ? ശരിക്കും ഞാൻ ഏകദേശം ഒരു 2011 937 അൺവെഡ് മദേഴ്സിന്റെ കേസ് രജിസ്റ്റർ ചെയ്തു. ഇപ്പോഴത് 1051 ഇപ്പൊ ഈ കുഞ്ഞുങ്ങളുടെ ഏറ്റവും കൂടുതൽ റേപ്പ് ചെയ്യപ്പെടുന്ന 15 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ്. വയനാട് ജില്ലയിൽ മാത്രം കഴിഞ്ഞ ഈ ഒരു സർക്കാർ വന്നതിന് ശേഷം 198 സ്ത്രീകൾക്കും കുട്ടികൾക്കെതിരായിട്ടുള്ള റേപ്പ് അറ്റംപ്റ്റും റേപ്പ് കേസുകളുമാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിന്റെ എണ്ണം കൂടുന്നുണ്ട്, വല്ലാണ്ട് കൂടുതലാവുന്നുണ്ട്. കാരണം സുരക്ഷിതത്വം തന്നെയാണ്. പെട്ടെന്ന് മാതാപിതാക്കൾ ഇല്ലാത്ത സാഹചര്യം, അല്ലെങ്കിൽ ഈ ഡിപ്പാർട്ട്മെന്റുകൾ മാതാപിതാക്കൾ ഇല്ലാത്ത കുട്ടികൾക്ക് വേണ്ടി ഒരു പദ്ധതി തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്, കൈത്താങ് പോലെയുള്ള പദ്ധതി. പക്ഷെ അതൊന്നും ഞാൻ പോയപ്പോ ഓരോ ഊരുകളിൽ പോകും. തെക്കുംപാടി പോയി അവിടെ 5 കുട്ടികൾക്ക് മാതാപിതാക്കൾ മരിച്ചു പോയിട്ടുണ്ട്. അടുത്ത ഊര് ബത്തേരി 1ാം മൈൽ കോളനി പോയ 7 കുട്ടികൾക്ക് മാതാപിതാക്കളില്ല, അവർ മരിച്ചു പോയവരാണ്. പിന്നെ സർക്കാർ കുന്ന് കോളനിയിലെത്തിയപ്പോ അവിടെ 9 കുട്ടികൾക്ക് മാതാപിതാക്കളില്ല, ഇവരെല്ലാം മരിച്ചു പോയവരാണ്. ഇതെല്ലാം കുട്ടികളെല്ലാം തന്നെ മൈനറാണ്.
വിതുരയിൽ പോയപ്പോഴും കണ്ടു 14 വയസ്സുള്ള ഒരു കുട്ടി. അപ്പൊ ഈ പദ്ധതികളൊക്കെ നമ്മൾ ഒരുപാട് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പോലും ഏതൊക്കെ കുട്ടികളെ സുരക്ഷിതരാണ്. ഇനി ഒന്നും എല്ലാം പോട്ടെ, മാങ്കുളത്ത് KSEBന്റെ വൈദ്യുതി ലൈൻ ചവിട്ടിയിട്ട് 3 സ്ത്രീകൾ മരിച്ചിരുന്നല്ലോ. അതിൽ ഗർഭിണിയായിട്ടുള്ള ഒരു 5 മാസമായിട്ടുള്ള ഒരു ആദിവാസി സ്ത്രീ മരിച്ചിരുന്നു. അവരുടെ 5 വയസ്സുള്ള ഒരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിന് ഈ അമ്മ മരിച്ച ഉടനെ അച്ഛൻ ആത്മഹത്യ ചെയ്തു. ആ കുഞ്ഞ് ഒറ്റപ്പെട്ടു. ഒരു വീട്ടിൽ ആ കുഞ്ഞ് ഒറ്റയ്ക്കാണ്. ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നിട്ട് ഇത്രയും മാസങ്ങളായിട്ടും ഈ വകുപ്പുകൾ എന്താണ് ആ കുട്ടിയുടെ സുരക്ഷിതത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളത്? ആരും ഒന്നും ചെയ്തിട്ടില്ല. ആ കുട്ടി നാട്ടുകാരുടെ സംരക്ഷണയിൽ അല്ലെങ്കിൽ ആ പകല് ജോലിക്ക് പോകാത്ത ആരുടെയെങ്കിലും ഒരു ആളിന്റെ സംരക്ഷണയിലാണ് ആ കുട്ടി ഇന്നും ജീവിക്കുന്നത്. ഇത്തരത്തിലാണ് ദളിത് ആദിവാസി മേഖലയിലെ കുട്ടികളുടെ അവസ്ഥ എന്ന് പറയുന്നത്. അതായത് കാസർഗോഡുള്ള പെൺകുട്ടിയെയും മറ്റേ ദളിത് പെൺകുട്ടിയെയും ആദിവാസി പെൺകുട്ടിയെയും ധന്യ നേരിട്ട് കണ്ടിരുന്നു. അവരുടെ ശാരീരികമായ അവസ്ഥ അല്ലെങ്കിൽ ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ചു കൂടി ധന്യ പറയൂ. ശരിക്കും പറഞ്ഞ ഇത് ഈ ഒന്നാമത് എന്താണ് ഈ FIR രജിസ്റ്റർ ചെയ്യാൻ നേരത്തെ മിക്ക കേസുകളിൽ ഞാൻ കൂടെ ഇരിക്കാറുണ്ട്. അതൊരു തകർച്ചേന്റെ അങ്ങേ അറ്റാണ്. ഒരു കുട്ടി എങ്ങനെ റേപ്പ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്നത് കേൾക്കുമ്പോ ഒരുതരം ഭീതി അതിന്റെ ഉള്ളിൽ നിന്ന് ഒരു കാലത്ത് മാറാത്ത ഭീതിയാണ്. അപ്പൊ ഇപ്പോഴവർ ഒരുതരം ജീവച്ചവം പോലെ. നമ്മളിനി എത്ര കൗൺസിലിംഗ് കൊടുത്താലും കുട്ടികളുടെ സൈക്കോളജിസ്റ്റിനെ വെച്ചിട്ടൊക്കെയാണ് അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. അവരുടെ മൈൻഡ് പവർ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ വീണ്ടെടുക്കാനായിട്ട് ഒരുപാട് കാലതാമസം വരുന്നു. അത് ആ മുറിവ് അവർക്ക് ഉണങ്ങുന്നില്ല. നിങ്ങൾക്കറിയാം, കോഴിക്കോടുള്ള പിന്നെ ഒരു 3ാം ക്ലാസ്സിലുള്ള കുട്ടീനെ 3 പേര് കൂടിയാണ് റേപ്പ് ചെയ്തിട്ട് 5 വർഷമായി. അപ്പൊ അവളെ നമ്മൾ കോഴിക്കോടും തിരുവനന്തപുരം കൊണ്ടുവന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സ് അത്രയും ഞാൻ എല്ലാ മെഡിക്കൽ കോളേജിൽ കുട്ടീന്റെ കൂടെ താമസിച്ച് അങ്ങനെയാണ് കുറച്ചെങ്കിലും ഒരു മാറ്റം വന്ന് ഇപ്പൊ ഒരു 3 വർഷത്തിന് ശേഷം അവള് മെല്ലെ സ്കൂളിൽ പോകാനായിട്ട് അവള് സമ്മതിച്ചത്. ഇപ്പൊ വീണ്ടും അവളെ മറ്റൊരു സ്കൂളിൽ കൊണ്ട് ചേർത്ത് അവൾ പഠനത്തിലേക്ക് വരുന്നുണ്ട്. ഇതാണ് കുട്ടികളുടെ ഒരു മനസ്സ് തകർക്കുന്ന ഒരു അവസ്ഥയാണിത്. കാരണം കുഞ്ഞുനാളിൽ ഇതൊക്കെ ഒന്നും അറിഞ്ഞുകൂടാത്ത ഒരു പ്രായത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതിൽ നിന്നുണ്ടാവുന്ന ഒരു ഭീതി, ആ ഒരു മാനസികാവസ്ഥ അത് മാറുന്നില്ല. പിന്നെ വയനാട്ടിൽ പോയി ഇപ്പോഴും കാണാം 13 വയസ്സിൽ റേപ്പ് ചെയ്യപ്പെട്ടിട്ട് ഇപ്പൊ 29 വയസ്സായിട്ട് മുറ്റത്ത് ഒരേ ഇരിപ്പിരിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്. ആ നോക്കുന്നത് പോലും അവൾ ഒരേ പോയിന്റിലാണ് നോക്കുന്നത്. അവിടുന്ന് ഒരിക്കലും അവള് കണ്ണിന്റെ ലുക്ക് മാറ്റുന്നില്ല. അപ്പൊ ആ കണ്ണിന്റെ കാഴ്ച ഇപ്പൊ നഷ്ടപ്പെട്ടു. അവിടുന്ന് ഇപ്പൊ നമ്മൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നിട്ട് ഇപ്പൊ ട്രീറ്റ്മെന്റ് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ കാര്യമായിട്ടുള്ള പുരോഗതിയില്ല. കാരണം ഇത് അങ്ങ് ഇത്രയും വർഷം സംഭവിച്ചു പോയില്ലേ. അതുപോലെ തന്നെയാണ് മേപ്പാടിയിൽ സംഭവിച്ച റേപ്പ് കേസിലും 14 വയസ്സുള്ള കുട്ടീനെ അച്ഛനും അമ്മയും പണിക്ക് പോയ സമയത്ത് റേപ്പ് ചെയ്തിട്ട് അവൾക്ക് ഒന്നാമത് കണ്ണിന് പകുതി കാഴ്ചയില്ലായിരുന്നു. അവളിപ്പോ തീർത്തും മാനസിക രോഗിയായി. ആ റേപ്പ് ചെയ്യപ്പെട്ട കുട്ടി പ്രസവിച്ച് അവളുടെ കുഞ്ഞിനിപ്പോ 5 വയസ്സായിട്ട് അവള് ഒന്നും തിരിച്ചറിയുന്നില്ല. ഞാൻ പ്രസവിച്ചെന്നോ അല്ലെങ്കിൽ എനിക്കൊരു കുഞ്ഞുണ്ടെന്നോ ഇതൊന്നും അവള് തിരിച്ചറിയുന്നേ ഇല്ല. അവളെ കാണാനായിട്ട് ഞാൻ ആദ്യം ആ കോളനി പോയ രംഗാണ് ഞാനിപ്പോ ഓർക്കുന്നത്. ഒരു മൺഭിത്തിയിൽ ഇങ്ങനെ അവള് നെറ്റി ഇങ്ങനെ ഉരച്ച് അങ്ങോട്ട് തിരിഞ്ഞിന്ന് ഇങ്ങനെ ഉരച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ അവളെ മോളേന്ന് വിളിച്ചപ്പോ അവള് തിരിഞ്ഞ് എന്നെ നോക്കി 3 വിരല് കൊണ്ട് നെറ്റിയിൽ പൊഴിഞ്ഞ ചോര ഭസ്മം പോലെ വാരി തേച്ച് എന്നെ നോക്കി ഒരു ചിരിയാണ്. സത്യം പറഞ്ഞ ഇങ്ങനത്തെ ഒക്കെ ഒരു അവസ്ഥ അതായത് ഇത്തരം ബലാത്സംഗങ്ങളിലൂടെ അവർ മാനസികമായി ഉടയുന്നു. അവരെ പിന്നീട് തിരിച്ചു കൊണ്ടുവരാൻ പോലുമുള്ള കൗൺസിലിങ്ങോ അല്ലെങ്കിൽ അത്തരം സംവിധാനങ്ങളോ ഈ മേഖലയിലേക്ക് പോകുന്നില്ല എന്ന പരിഭവം കൂടിയാണ് ധന്യ പങ്കുവെക്കുന്നത്. ഇത് പോരാ, ഈ ഒരു കൗൺസിലിംഗ് സംവിധാനം പോരാ. കാരണം ഒരു ദളിത് ആദിവാസി ആയിട്ടുള്ള ഒരു കുട്ടി ജനിച്ചു വീഴുമ്പോൾ തന്നെ ഒരു സാമൂഹ്യ വിലക്ക് നമ്മളുടെ മേത്ത് വീഴുന്നുണ്ട്. നമുക്ക് മറ്റുള്ളവർക്ക് നമ്മളെ ജാതീയമായിട്ടുള്ള ഈ അവസ്ഥയിലൂടെ തന്നെയാണ് ഇന്നും ജാതി കേരളം തന്നെയാണിത്. ഇത് ഇപ്പോഴും ജാതി മാത്രം അനുസരിച്ചിട്ട് ഞങ്ങൾ ഓരോ സെക്കൻഡിലും ജാതി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കേരളമാണ്. അപ്പൊ ഞങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഞങ്ങളുടെ ഈ ഒരു സംവിധാനത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവരാനായിട്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ മനസ്സ് മാറ്റിയെടുക്കാനായിട്ട് ഈ ഒരു സംവിധാനം പോരാ. ഞങ്ങൾ അറിയുന്ന ഒരു നല്ലൊരു ഒരു കൗൺസിലിംഗ് വിദഗ്ധരുടെ സംഘം അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേക പരിശീലനം നേടിയവർ തന്നെ വേണം. അതായത് മറ്റു കുട്ടികൾക്ക് കൊടുക്കുന്ന അത് പോരാ എന്നുള്ളത് തന്നെയാണ് എന്റെ അഭിപ്രായം. കാരണം ഇത് ക്രൂരമായി റേപ്പ് ചെയ്യപ്പെടുന്നവരാണ്. പെരുമ്പാവൂര് കുട്ടി കണ്ടില്ല, അവർ ആന്തരിക അവയവങ്ങൾ വരെ പുറത്ത് വന്നു എന്ന് പറയുമ്പോ എന്തായിരിക്കും ഒരു അവസ്ഥ? അതേ ഇഞ്ചറി തന്നെയാണ് ഇപ്പൊ വിതുരയിൽ ഒരു കുട്ടി, ഒരു 13 വയസ്സുള്ള കുട്ടിയെ റേപ്പ് ചെയ്തപ്പോ ഈ ഡൽഹി സംഭവത്തിനൊരു സമാനമായിട്ടുള്ള സംഭവം അവിടെ നടന്നിട്ടുണ്ട്. പച്ച സ്റ്റിക്ക് എടുത്ത് കുട്ടീന്റെ വജൈനയിൽ കുത്തി ഇറക്കിയിട്ടുണ്ട് ആ വനത്തിനകത്ത് വെച്ച് റേപ്പ് ചെയ്യുന്ന നേരത്ത്. ആ കുട്ടിയുടെ മീനാങ്കൽ ട്രൈബൽ സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അവിടുന്നാണ് നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്ത് ഇപ്പൊ കുട്ടിയെ ഷെൽട്ടർ ഹോമിലാക്കി റേപ്പ് കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്ത് ഇവർക്ക് 3 മാസം കഴിയുമ്പോഴത്തേക്ക് വീണ്ടും സമൂഹത്തിൽ ഇറങ്ങുന്നു. ഈ റേപ്പ് ചെയ്യപ്പെട്ട കുട്ടികൾ ഷെൽട്ടർ ഹോമിലേക്ക് ജീവിതകാലത്തോളം അടഞ്ഞു കിടക്കുകയും പ്രതി 3 മാസം കഴിഞ്ഞ ജയിലിൽ നിന്ന് പുറത്തു വന്ന് അവൻ
സുഖമായിട്ട് നാട്ടിൽ ജീവിക്കുകയും ചെയ്യുന്നു. ഇതെന്തോ ആണ് ഈ സ്റ്റേറ്റ് ചെയ്യുന്നത്? ആരുടെ സുരക്ഷയാണ് സ്റ്റേറ്റ് നോക്കുന്നത്? ഇങ്ങനെ ആക്രമിക്കപ്പെട്ടവരെ വീണ്ടും ഒരു മുറിക്കകത്തേക്ക് ചുരുണ്ടുകൂടി അവരുടെ മാനസികാവസ്ഥയെ കൂടുതൽ മോശമാക്കുകയല്ലേ ചെയ്യുന്നത്? ഈ ഷെൽട്ടർ ഹോമുകളിലുള്ള കുട്ടികളുടെ അവസ്ഥ എന്താണെന്ന് ആർക്കെങ്കിലും അറിയോ? ഞാൻ നേരിട്ടൊന്ന് പോയി നോക്കണം. ഒരു സന്ധ്യക്ക് ഞാനൊരു നിർഭയന്റെ ഷെൽട്ടർ ഹോമിൽ പോയപ്പോ ഒരു 12 വയസ്സുള്ള കുട്ടി തല ഇങ്ങനെ തറയിൽ അടിച്ച് അവളിങ്ങനെ അമ്മയെ കാണണമെന്ന് പറഞ്ഞ് കരയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു അവളുടെ തലച്ചോറ് ഇപ്പം തെറിച്ചു പോകുന്ന രീതിയിലാണ് അവള് ഇങ്ങനെ ഈ തലയിട്ട് അടിക്കുന്നത്. ഇതൊന്നും കണ്ടു നിൽക്കാൻ പറ്റില്ല. കാരണം അതിനെക്കാട്ടിലും ക്രൂരമാണ് ഷെൽട്ടർ ഹോമുകള്. ഇവിടെ സ്വന്തം അമ്മേനെ അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിലെ അംഗങ്ങൾ ആരെങ്കിലും ഒരാളെ കാണാതെ ഈ കുട്ടി ജീവിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. അത് റേപ്പിനെക്കാട്ടിലും അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണ്. പക്ഷെ സ്റ്റേറ്റ് ഇത്തരം ഇടങ്ങളിലേക്ക് തീർച്ചയായും വേട്ടക്കാരന് കൂടുതൽ പ്രസന്നമായ സാഹചര്യം സൃഷ്ടിക്കുകയും ഇര കൂടുതൽ വേട്ടയാടപ്പെടുകയും ചെയ്യുന്ന വളരെ വലിയ ഒരു സാഹചര്യമാണ് ധന്യ ചൂണ്ടിക്കാട്ടുന്നത്. തീർച്ചയായും ധന്യാരാമൻ, താങ്കളുടെ അനുഭവം തന്നെയാണ് അത് പറയിപ്പിക്കുന്നത്. ഇപ്പോൾ 2 പെൺകുട്ടികളും, ഒരു ദളിത് പെൺകുട്ടിയും ഒരു ആദിവാസി പെൺകുട്ടിയും പീഡിപ്പിക്കപ്പെട്ടത് കാസർഗോഡ് ജില്ലയിൽ മാത്രമാണ്, അല്ലെങ്കിൽ കാസർഗോഡ് നിന്നാണ് ആ വാർത്ത വരുന്നത്. പെരുമ്പാവൂരിന് പിന്നാലെ കാസർഗോഡ് നിന്ന് ഇത്തരത്തിൽ 2 വാർത്ത വരുമ്പോൾ ഒരുപക്ഷെ പീപ്പിൾ TV ഹാഷ്ടാഗ് ക്യാമ്പയിനിലൂടെ ജിഷയ്ക്കായി നീതി ലഭിക്കണമെന്ന് പറയുമ്പോൾ ഇതുകൂടി അതിൽ ഉൾപ്പെടുകയാണ് സ്വാഭാവികമായും. ധന്യ, തീർച്ചയായും നവോത്ഥാന കേരളത്തിന് ഇനി ഇത് വെച്ചു പൊറുപ്പിക്കാനാവില്ല. തീർച്ചയായിട്ടും. ഇപ്പൊ നോക്കൂ, പിന്നെ ആറ്റിങ്ങലില് ഒരു കുട്ടീനെ പ്രത്യേകം ടാർഗറ്റഡ് ആണ്. അതൊക്കെ ടാർഗറ്റ് ചെയ്ത് റേപ്പ് ചെയ്യപ്പെടുന്നവരാണ്. കാരണം ഇവരുടെയൊക്കെ വിഭാഗത്തിൽ അല്ലെങ്കിൽ ഈ റേപ്പ് ചെയ്യാൻ പോകുന്ന 15 കുട്ടികളും ഒരേ മതത്തിലുള്ളവരാണ്. എന്തുകൊണ്ട് അവർക്ക് അവിടെയുള്ള ഒരു മറ്റു സുഹൃത്തുക്കളെ അവർ ചെയ്യുന്നില്ല? പ്രത്യേകിച്ച് ഒരു ദളിത് വിഭാഗത്തിലുള്ള കുട്ടിയെ തന്നെ അവർ നോക്കി വെക്കുന്നു. അപ്പൊ അവരുടെ ജീവിത സാഹചര്യം മനസ്സിലാക്കുന്നു. അച്ഛൻ മരിച്ചുപോയി, അമ്മ മാനസിക രോഗിയാണ്, ഒരു ചേട്ടൻ മാത്രമേ ഉള്ളൂ, അവന് പക്വതയായിട്ടില്ല, 10-17 വയസ്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ പെൺകുട്ടിയെ പ്രത്യേകം അവര് ടാർഗറ്റ് ചെയ്ത് നിന്റെ ചേട്ടൻ അവിടെ വീണ് കിടക്കുന്നു, നീ ഒന്ന് പെട്ടെന്ന് വന്നേ ഒക്കൂ എന്ന് പറയുമ്പോൾ അവിടെ ആ കുട്ടിയുടെ പ്രണയമൊന്നുമല്ല, ആ കുട്ടിക്ക് ആരോടും പ്രണയമൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല. അവള് ആങ്ങളെ വീണ് കിടക്കുന്നു എന്ന് പറയുമ്പോൾ ഓടി ആ ഓട്ടോയിൽ കയറുകയാണ്. അപ്പൊ കയറിയിട്ടാണ് ആ കുട്ടിയെ ട്രാപ്പ് ചെയ്യുന്നത്. ഇത്തരത്തിൽ നമ്മൾ റേപ്പ് ചെയ്യപ്പെടുന്ന ഒരുപാട് കുട്ടികളോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. തീർച്ചയായും ധന്യ, അത് തന്നെയാണ്. അതായത് ആരും ചോദിക്കാൻ പറയാനും ഇല്ല എന്ന ധാരണ, അടച്ചുറപ്പില്ലാത്ത വീടുകൾ, ഇത്തരത്തിലുള്ള സാമൂഹിക പശ്ചാത്തലം കൂടിയാണ് ദളിത് പെൺകുട്ടികൾ ഇങ്ങനെ ക്രൂരമായി പീഡിപ്പിക്കപ്പെടാൻ കാരണം. പീഡനത്തിനിരയായ പെൺകുട്ടികളുടെ കാര്യം വളരെ കഷ്ടമെന്ന് ബോധ്യമാകുന്നു. കാസർഗോഡുള്ള ദളിത് ആദിവാസി പെൺകുട്ടികൾ കൂടി ആ ശ്രേണിയിലേക്ക് ചേരുകയാണ് എന്ന ദുഃഖകരമായ വാർത്തയാണ് എത്തുന്നത്. ധന്യാരാമനാണ് ഇതേ സംബന്ധിച്ച് അനുഭവങ്ങൾ പങ്കുവച്ചത്.